അധികാരത്തിലിരുന്നപ്പോൾ ജുഡീഷ്യറിക്കും ഭരണഘടനയ്ക്കും ഒരു വിലയും നൽകാത്ത കോൺഗ്രസാണ് ഇന്ന് ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ആവശ്യമില്ലാത്ത പേപ്പർ കെട്ടുപോലെയായിരുന്നു കോൺഗ്രസിന് ഭരണഘടന. കുടുംബത്തിന്റെ താൽപര്യങ്ങൾക്കായി ഭേദഗതി നടത്തിയെന്നും വെല്ലുവിളികളെ അതിജീവിച്ചാണ് ഭരണഘടന ശക്തമായതെന്നും രാജ്യസഭയിൽ പ്രത്യേക ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നിർമ്മല സീതാരാമൻ പറഞ്ഞു. നെഹ്റു, ഇന്ദിര, രാജീവ് ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസ് സർക്കാരുകളുടെ ഏകപക്ഷീയമായ നടപടികൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഭരണഘടനയുടെ 75ാം വാർഷികത്തിൽ രാജ്യസഭയിലെ പ്രത്യേക ചർച്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രസംഗം. ഒരു കുടുംബത്തിന്റെയും പാർട്ടി നേതൃത്വത്തിന്റെയും താൽപര്യങ്ങൾക്കനുസരിച്ച് പലതവണ ഭരണഘടനയിൽ ഭേദഗതി കൊണ്ടുവന്നു. ഭരണഘടനയുടെ ഏറ്റവും വലിയ ചൂഷണമായിരുന്നു അടിയന്തരാവസ്ഥ. സൽമാൻ റുഷ്ദിയുടെ പുസ്തകം ഉൾപ്പെടെ രചനകളും ഡോക്യുമെന്ററികളും വരെ കോൺഗ്രസ് നിരോധിച്ചു. ഭരണഘടനയെ ആവശ്യമില്ലാത്ത പേപ്പർ കെട്ട് പോലെ പരിഗണിച്ച ചരിത്രം മറന്നുകൊണ്ടാണ് ഇന്ന് ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും കോൺഗ്രസ് നേതാക്കളുടെ പ്രസംഗമെന്നും നിർമ്മല സീതാരാമൻ വിമർശിച്ചു. മജ്റൂർ സുൽത്താൻപുരി and Balraj Sahani were both jailed in 1949 itself. For what mistakes, sir? During one of the meetings organized for the mill workers in 1949, Majroor Sultanpuri recited a poem that was written against Jawaharlal Nehru, and therefore he had to go to the jail. He refused to render an apology for the same and was jailed therefore in 1949 along with Balraj Sahni, eminent actor of those days. So that is the level of tolerance, and today we hold our constitution in our hand, go about it and say freedom of speech. There is sense of fear in the country. Majroor Sultanpuri didn't feel it, Balraj Sahni didn't feel it, but the history repeats when it comes to the Congress party. Sir, Congress's record of curtailing freedom of speech didn't confine it with these two people. Nehru, a political biography which was written by Michael Edwards, in 1975 was banned. They banned also a film called Kissa Kursi Ka in 1975. ഭൂരിപക്ഷമുണ്ടായിട്ടും വനിതാ സംവരണ ബിൽ പാസാക്കാൻ രാജീവ് ഗാന്ധി സർക്കാർ തയ്യാറായില്ല. കോൺഗ്രസിന്റെ ദുർഭരണത്തിൽ സാമ്പത്തിക വ്യവസ്ഥ തകർന്നടിഞ്ഞെന്നും അതിന്റെ ഫലം ഇന്നും രാജ്യം അനുഭവിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ജനക്ഷേമ പദ്ധതികളിൽ അഴിമതിയില്ലാതെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം നൽകാൻ മോദി സർക്കാരിന് സാധിച്ചു. എല്ലാ മേഖലയിലും രാജ്യം പുതിയ യാത്രയിലാണെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. രാജ്യസഭയിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പ്രസംഗം നടത്തും. ജനം, ഡൽഹി.